ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എന്ന വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നമ്മൾ ആരോഗ്യം സമ്പത്ത് എന്ന യൂണിറ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അതിൽ മിസ് വായിക്കാനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒരുപാട് കൂട്ടുകാർ വായിച്ചയച്ചിട്ടുണ്ട്. കുറച്ച് പേരുകൂടി വായിച്ചയക്കാനായിട്ടുണ്ട്. അപ്പം മക്കളെന്ത് ചെയ്യുന്നു, വായിക്കാനുള്ള കൂട്ടുകാർ നിർബന്ധമായിട്ടും വായിക്കുക കേട്ടോ. ചില കൂട്ടുകാരൊന്നും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്സിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വായിക്കാൻ പ്രയാസമായത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മക്കൾ എന്ത് ചെയ്യുക, വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്കൂൾ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ എല്ലാവരും നന്നായിട്ട് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ആരോഗ്യം സമ്പത്ത് എന്ന യൂണിറ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലെ പ്രവർത്തന പുസ്തകം അല്ലേ, നമ്മുടെ വർക്ക് പുസ്തകമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ വർക്ക് പുസ്തകത്തിലോട്ട് പോവാം അല്ലേ. പ്രവർത്തനം 9.1 ആണ്, സംഭാഷണമാക്കാം എന്നതാണ് കേട്ടോ ആദ്യത്തെ പ്രവർത്തനം വരുന്നത്. നോക്കിക്കേ മക്കളെ, കൊതിച്ചിക്കൊതുകിൻ്റെയും കുറുമ്പനീച്ചയുടെയും കഥാഭാഗം സംഭാഷണമാക്കി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊതിച്ചിക്കൊതുകിനെയും കുറുമ്പനീച്ചയും ഒക്കെ മക്കൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു പാഠഭാഗം ഇല്ലായിരുന്നോ നമ്മൾ പഠിച്ചിട്ടുള്ളേ, ആ ഒരു പാഠഭാഗത്തെ സംഭാഷണമാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം ആദ്യം തന്നെ നമ്മുടെ കുറുമ്പനീച്ചയാണ് അല്ലേ. കുറുമ്പനീച്ച എന്ത് പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കൊതിച്ചിക്കൊതുക് എന്താണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വിശപ്പ് മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, പിന്നീട് അവിടെ പാഠഭാഗത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുകാരോട് ഒരു സംഭാഷണ രൂപത്തിലോട്ട് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മിസ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, ആദ്യം നമ്മുടെ കുറുമ്പനീച്ച എന്ത് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ കൊതിച്ചിക്കൊതുക് എന്ത് പറഞ്ഞു, എൻ്റെ വിശപ്പ് മാറി. അപ്പം നമ്മുടെ കുറുമ്പനീച്ച എന്താണെന്ന് ചോദിച്ചത്, അതെങ്ങനെ. അപ്പം നമ്മുടെ കൊതിച്ചിക്കൊതുക് പറഞ്ഞു, ദാ അവിടെ ഒരു ചെറുക്കൻ, ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, പിന്നെയും നമ്മുടെ കുറുമ്പനീച്ച അത് കേട്ടപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇത്തരത്തിൽ മക്കൾക്ക് ആ ഒരു കഥാഭാഗം സംഭാഷണമാക്കിയിട്ട് ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഈ ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ റോൾ പ്ലേ പോലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നാടകമാക്കാനൊക്കെ നമുക്ക് ആ ഒരു പാഠഭാഗത്ത് പ്രവർത്തനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും റോളൊക്കെ അവതരിപ്പിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മക്കൾ അവതരിപ്പിക്കുക കേട്ടോ. ഇനി നിങ്ങൾ ക്ലാസ്സിൽ താല്പര്യമുള്ള കൂട്ടുകാരെയൊക്കെ മിസ് ചോദിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ പുറകോട്ട് പോകരുത്. മക്കൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുന്നോട്ട് വന്നിട്ട് ക്ലാസ്സിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടാക്കും, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുക കേട്ടോ മക്കൾ. ഇനിയിപ്പോൾ നമ്മൾ 2ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് 3ാം ക്ലാസ്സിൽ വലിയ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി മക്കൾ നല്ല ഉഷാറായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് ഇനി സ്കൂളിലോ ക്ലാസ്സിൽ എന്ത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യുക, മക്കൾ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. ഇത് നമ്മൾ ആ ഒരു ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോക്കിക്കേ, കത്തെഴുതാം എന്നുള്ള പ്രവർത്തനമാണല്ലേ. നിങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്തെഴുതൂ. നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെഡ് മാസ്റ്റർക്കുള്ളൊരു കത്ത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ പ്രവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ കത്ത് എഴുതുന്ന സമയത്ത് നമ്മളതിൽ ഡേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ അതുകൂടി നിങ്ങൾക്ക് അവിടെ ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഹെഡ് മാസ്റ്റർക്കുള്ള കത്താണല്ലേ. അപ്പം നമ്മൾ എന്ത് എഴുതി നോക്കിക്കേ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അറിയുന്നതിന് ഞങ്ങൾ 2ാം ക്ലാസ്സുകാരാണ്. ഇന്ന് ഞങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചു. പാചകം ചെയ്യുന്ന ചേച്ചി തലയിൽ തൊപ്പിയും ഏപ്രണും ധരിച്ച് വൃത്തിയായാണ് പാചകം ചെയ്യുന്നത്. അടുക്കളയിൽ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകുന്നുണ്ട്. പാചകം ചെയ്തതെല്ലാം പാത്രങ്ങളിലാക്കി അടച്ച് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി.
ഞങ്ങൾക്ക് വൃത്തിയുള്ളതും രുചിയുള്ളതുമായ ഭക്ഷണം നൽകുന്നതിന് സാറിനോട് ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്നിട്ട് അവസാനം കൂട്ടുകാരെന്ത് എഴുതണം? എന്ന് രണ്ടാം ക്ലാസ്സുകാർ അല്ലെങ്കിൽ ഇന്ന് രണ്ടാം ക്ലാസ് ലീഡർ എന്നുള്ളത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം എന്താണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്? ആർക്കാണ് കത്ത് എഴുതിയിട്ടുള്ളത്? നമ്മൾ ഹെഡ് മാസ്റ്റർക്കാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ അടുക്കള സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ അടുക്കളയിൽ വൃത്തിയുണ്ടോ, അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആളുകൾ തലയിൽ തൊപ്പിയും അതുപോലെ തന്നെ പിന്നെ ഏപ്രണും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടോ, പിന്നെ പാചകം ചെയ്തിട്ടുള്ളത് പാത്രങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ടോ, ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്കൂളിൽ അടുക്കള സന്ദർശിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ നിങ്ങളുടെ ഹെഡ് മാഷക്ക് നൽകാവുന്ന രീതിയിലുള്ളൊരു കത്ത് തയ്യാറാക്കേണ്ടത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം മിസ്സ് അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂളിലെ കിച്ചൺ സന്ദർശിച്ചതിന് ശേഷം അതിനനുസരിച്ച് വേണം മക്കൾ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ ഡേറ്റ് എഴുതുക, അവിടെ നിങ്ങളുടെ പ്ലേസ് എഴുതുക, പിന്നെ എന്ത് ചെയ്യുക? ആർക്കാണോ എഴുതുക, നമ്മൾ ഹെഡ് മാസ്റ്ററിനായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? നമ്മൾ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അറിയുന്നതിന് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി അവസാനം എന്ന് എഴുതിയിട്ട് ഇവിടെ നിങ്ങളുടെ മിസ് ഇപ്പം ഇവിടെ നിങ്ങളുടെ ക്ലാസ് ലീഡർ ആണെങ്കിൽ രണ്ടാം ക്ലാസ് ലീഡർ അല്ലെ, 2A ക്ലാസ് ലീഡർ, 2B ക്ലാസ് ലീഡർ, മക്കളുടെ ക്ലാസ് ഏതാണ് അത് ഉൾപ്പെടുത്തിയിട്ടാണ് മക്കളവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം മിസ് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചണിൽ പോയതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കത്ത് തയ്യാറാക്കേണ്ടത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രവർത്തനത്തിലോട്ട് പോകാം. പ്രവർത്തനം 9.3 ആണ്. നാരങ്ങ വെള്ളം തയ്യാറാക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നോക്കിക്കേ, ശുചിത്വശീലങ്ങൾ പാലിച്ച് നാരങ്ങ വെള്ളം തയ്യാറാക്കൂ, പാചകക്കുറിപ്പ് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് മിസ്സിനൊന്ന് നിങ്ങൾ തയ്യാറാക്കിയിട്ട് അതിനൊന്ന് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളത് കുടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളതൊരു കപ്പിലോട്ട് മാറ്റി അത് പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അത് അത്രയും നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ഓർക്കുക, വെറുതെ ഒരു നാരങ്ങ വെള്ളം തയ്യാറാക്കല്ല, ശുചിത്വ ശീലങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണം തയ്യാറാക്കാനായിട്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം മക്കൾ തയ്യാറാക്കാൻ. വീഡിയോ എടുത്ത് അയക്കുകയാണെങ്കിൽ മക്കളുടെ പേര് കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ചെറിയൊരു പാചകക്കുറിപ്പ് അവിടെ തയ്യാറാക്കാം. നമ്മൾ എന്താണ് തയ്യാറാക്കുന്ന സാധനം, ആ വിഭവത്തിൻ്റെ പേര് നമ്മൾ ആദ്യം എഴുതണമല്ലേ? എന്താണ്? നാരങ്ങ വെള്ളം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായ സാധനങ്ങൾ എന്ന് എഴുതിയിട്ട് നമ്മൾ അവിടെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണോ അത് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ്? നാരങ്ങ വെള്ളം, പഞ്ചസാര ഓർ ഉപ്പ് അല്ലേ? നമുക്ക് നാരങ്ങ വെള്ളം പഞ്ചസാര ഇട്ടിട്ടും ഉപ്പിട്ടിട്ടൊക്കെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ മക്കൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, ദെൻ തയ്യാറാക്കാവുന്ന രീതിയാണ്: വൃത്തിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക, അതിലേക്ക് നാരങ്ങ കഴുകി നീരൊഴിക്കുക, ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ഇനി അവിടെ ഉപ്പാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ഉപ്പ് എന്ന് മാറ്റുക കേട്ടോ. നന്നായി ഇളക്കുക. പാത്രവും സ്പൂണും കൈകളും നന്നായി കഴുകിയിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ? അല്ലേ മക്കളെ? നമ്മുടെ ശുചിത്വശീലങ്ങൾ പാലിച്ചുകൊണ്ടല്ലേ നമ്മൾ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ തയ്യാറാക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കൈയും അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും സ്പൂണും പിന്നെ നമ്മളത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയും അതുപോലെ തന്നെ ആ നാരങ്ങയൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. പിന്നെ അതുപോലെ തന്നെ പച്ച വെള്ളത്തിലല്ല നമ്മൾ നാരങ്ങ വെള്ളം കിളക്കേണ്ടത്. എന്തിലാണ്? തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്തിട്ടാണ് അല്ലേ നാരങ്ങ വെള്ളം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക? നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? ഒഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉപ്പാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ്, ഇനി പഞ്ചസാരയാണെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക അല്ലേ? അപ്പം നമ്മുടെ നാരങ്ങ വെള്ളം തയ്യാറാവും അല്ലേ? ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ ചെയ്യുന്നത് വീഡിയോ എടുത്ത് തന്നാൽ ഒരുപാട് നന്നായിരിക്കും. അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യും? ഫോട്ടോ എങ്കിലും അടുത്ത് അയക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രവർത്തനത്തിലോട്ട് പോവാം. നോക്കിക്കേ, ഒന്നിച്ച് ചൊല്ലാം എന്നുള്ള പ്രവർത്തനമാണ്. നോക്കൂ മക്കളെ, താന തന്തിന്നാന താനാ തന്തിന്നാന, താനാ തന്തിന്നാന താനാ തന്തിന്നാന, വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം, താനാ തന്തിന്നാന താനാ തന്തിന്നാന, മുഖം കഴുകണം വായ കഴുകണം,
താനാ തന്തിന്നാന താനാ തന്തിന്നാന കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകണം താനാ തന്തിന്നാന താനാ തന്തിന്നാന നഖം മുറിക്കണം നിത്യം കുളിക്കണം താനാ തന്തിന്നാന താനാ തന്തിന്നാന വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ വൃത്തിയായിട്ടുറങ്ങാം വൃത്തിയായിട്ടുണരാം വൃത്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അല്ലേ. അപ്പോൾ വൃത്തിയെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു പാട്ടാണ് മക്കൾക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? യെസ്, വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം എന്ന് പറയുന്നുണ്ടല്ലേ. എന്താണ് വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം എന്ന് നമ്മളടുത്ത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നിത്യവും എന്ത് ചെയ്യണം? പല്ലുകൾ നല്ല വൃത്തിയായിട്ട് തേക്കണം. അതുപോലെ പിന്നെ നമ്മളോട് പറയുന്നത് എന്താണ്? മുഖം കഴുകണം, വായ കഴുകണം, കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകണം അല്ലേ. മുഖവും വായൊക്കെ കഴുകണം. അതുപോലെ നമ്മുടെ 2 കൈകൾ നന്നായിട്ട് കൂട്ടി ഉരച്ച് കഴുകണം. നഖം മുറിക്കണം, നിത്യം കുളിക്കണം അല്ലേ. എന്ത് ചെയ്യണം? നമ്മുടെ നഖം വീക്കിലി എന്ത് ചെയ്യുക? വീക്കിലി നിർബന്ധമായിട്ടും കട്ട് ചെയ്യുക. നമ്മുടെ നഖമൊക്കെ പെട്ടെന്ന് വളർന്നു വരുന്ന സാധനം. അപ്പോൾ ആഴ്ചയിൽ എന്ത് ചെയ്യുക? നമ്മൾ നഖം മുറിക്കുക. അതുപോലെ തന്നെ നിത്യവും നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം അല്ലേ. പിന്നെ വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ. വഴിയിലല്ലേ, നമ്മൾ പൊതുവഴിയിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? തുപ്പാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മാലിന്യങ്ങൾ പോലുള്ള സാധനങ്ങൾ അല്ലേ, പ്ലാസ്റ്റിക് കവറുകളോ കുപ്പികളോ നിങ്ങൾ കഴിച്ച മിഠായിയുടെ തോടുകൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? വഴിയരികിലേക്ക് വലിച്ചെറിയാനായിട്ട് പാടില്ല. അതുപോലെ വൃത്തിയായിട്ടുറങ്ങാം വൃത്തിയായിട്ടുണരാം വൃത്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നിങ്ങനെ തുടങ്ങിയിട്ട് വൃത്തിയെക്കുറിച്ചുള്ള പാട്ടുകളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി ഞങ്ങൾക്കടുത്ത ചെറിയൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. നമ്മളിപ്പം പാടിയിട്ടുള്ള പാട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ചിത്രത്തിന് യോജിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതൂ. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ ചിത്രം ഇതാണ് അല്ലേ. എന്താണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? അവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നെയിൽ കട്ടർ യൂസ് ചെയ്തുകൊണ്ട് നഖം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിൽ ഏതാണ് മക്കളെ നമുക്ക് തന്നിട്ടുള്ള വരികളിൽ യോജിച്ച വരി ഏതാണ്? ഇവിടെ നോക്കിക്കേ മക്കളെ, കണ്ടോ? നഖം മുറിക്കണം അല്ലേ. കണ്ടോ മക്കളെ? നഖം മുറിക്കണം, നിത്യം കുളിക്കണം എന്നുള്ള വരി കണ്ടോ? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ എഴുതാം അല്ലേ. അങ്ങനെ ഓരോ ചിത്രത്തിനും യോജിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് 5 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, ഏത് വരിയാണ് നമുക്ക് ഇവിടെ? നഖം മുറിക്കണം, നിത്യം കുളിക്കണം എന്നുള്ള വരി ചേർക്കാം. പിന്നെ അടുത്ത ചിത്രത്തിൽ എന്താണ്? പല്ല് തേക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം എന്നുള്ള വരി എഴുതാം. അടുത്തത് എന്താണ് മക്കളെ? ഒരു കുട്ടി വേസ്റ്റ് ബിന്നിൽ എന്ത് ചെയ്യാണ്? മാലിന്യങ്ങളെല്ലാം വലിച്ചെറിയാണ് അല്ലേ. വലിച്ചെറിയല, വേസ്റ്റ് ബിന്നിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് എഴുതാം? വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ എന്നുള്ള വരി നമുക്ക് അവിടെ കൊടുക്കാം അല്ലേ. പിന്നെ അടുത്തൊരു പിക്ചറിൽ എന്താണ് കാണുന്നത്? അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൈകൾ രണ്ടും നന്നായിട്ട് ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നോക്കിയേ, കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകണം എന്നുള്ള വരിയില്ലായിരുന്നു നമ്മുടെ പാട്ടിൽ. അപ്പോൾ അതാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ആ ഒരു വരി ചിത്രത്തിന് യോജിച്ചത് എന്ന് കണ്ടെത്തിയിട്ട് ജസ്റ്റ് ആ പാട്ടിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്ത് എഴുതേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് മക്കൾ ചെയ്യുക. ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രവർത്തനത്തിലോട്ട് പോവാം. രോഗങ്ങൾ ഏതെല്ലാം? നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അന്വേഷിച്ചെഴുതൂ എന്നാണ് പറഞ്ഞത് അല്ലേ. ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട് അല്ലേ. നമുക്ക് പലപ്പോഴും നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറുന്ന സമയത്തിൽ, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട്. ജലദോഷം വരാറുണ്ട്, കഫക്കെട്ട് വരാറുണ്ട്, പനി വരാറുണ്ട് അല്ലേ. അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ നമ്മൾ മഴക്കാലത്താവുന്ന സമയത്ത് നമുക്ക് വരാറുണ്ട്. അപ്പം മക്കൾക്ക് വന്നിട്ടുള്ള അസുഖങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അസുഖങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരോട് അന്വേഷിച്ചും നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കുക. അപ്പം നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ വൈറൽ പനി എന്ന് പറയുന്നത് അല്ലേ. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ വരാറുണ്ട് അല്ലേ. നമുക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് വീട്ടിൽ ഒരാൾക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? വൈറൽ പനിയാണല്ലേ, മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും? അത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മഞ്ഞപ്പിത്തം, അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജലദോഷം അല്ലേ, മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലമൊക്കെ ആവുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ജലദോഷം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തലവേദന, വയറുവേദന, പിന്നെ വയറിളക്കം, അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലേ. ഇത് മൂന്നൊക്കെ എന്താണ് കുറച്ച് മുതിർന്ന ആളുകളിൽ കണ്ടുവരുന്നതാണ്. ഇപ്പം ചെറിയ ആളുകളിൽ
പ്രായത്തിലേക്കൊക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. എങ്കിലും കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്താണ്, എവിടെയാണ്, കുറച്ച് പ്രായം ചെന്ന ആളുകൾക്കാണ് നമ്മൾ അത്തരത്തിലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങളാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയും കൂടുതൽ രോഗങ്ങൾ കിട്ടുകയാണെങ്കിൽ മക്കൾക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാൻ. നോക്കിയേ, പ്രവർത്തനം 9.6 ആണ് അല്ലേ. അഭിമുഖം നടത്താം എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഫൈനൽ എക്സാമിനൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയിലേക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഡോക്ടറുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് നമുക്ക് അഭിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ചിലപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാലൊക്കെ നിങ്ങൾ കുറച്ചുകൂടി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരാളടുത്ത് എന്ത് ചെയ്യാണ്, അയാൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് മക്കളെ നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്? രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുകയെന്ന് വിചാരിക്കുക, ഒരു അഭിമുഖം നടത്തുകയാണ്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് എന്തൊക്കെ ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യ പ്രവർത്തകരുടെ അടുത്ത് സംസാരിക്കണം, നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ നോക്കിക്കേ. ഒന്ന്, നമുക്ക് ഈ പ്രദേശത്ത് അധികം കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. ഈ പ്രദേശത്ത് അധികമായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ചോദിക്കാം അല്ലേ. അപ്പം ആ ഒരു പ്രദേശത്തുള്ള ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. കാര്യം എന്താണ്, അസുഖം വരികയാണെങ്കിൽ ആ ഡോക്ടറുടെ അടുത്തേക്ക് പോകില്ലേ. അപ്പോൾ അവർക്കറിയാം അധികം കണ്ടുവരുന്ന രോഗം ഏതാണ് എന്നുള്ളത് അറിയാം. ഇനിയിപ്പോൾ ആരോഗ്യ പ്രവർത്തകരായിക്കോട്ടെ, അവർക്കും അതിനെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടായിരിക്കില്ലേ. അടുത്തത് മറ്റൊരു ചോദ്യം, ഈ രോഗങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഒരു അസുഖം ഇങ്ങനെ കണ്ടുവരികയാണെങ്കിൽ അത് വരാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ മക്കൾ, അതാണ് നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. പിന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ, എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഇപ്പം നമുക്ക് കൊറോണയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ. അപ്പം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ മാസ്ക് ധരിച്ചായിരുന്നു പുറത്തേക്ക് ഇറങ്ങുന്നത്, അതുപോലെ തന്നെ ആളുകളുമായിട്ട് നമ്മളൊരു അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു. കൈകളെല്ലാം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തില്ലേ, സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മൾ കൈകളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുമായിരുന്നു. എപ്പോഴും നമ്മൾ കൈകളും നഖങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളത് ചോദിക്കുന്ന ഇതാണ്, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് ചോദിക്കുക അല്ലേ. അതുപോലെ തന്നെ രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം അല്ലേ. നമ്മൾ രോഗം വന്നാൽ നമ്മൾ പല ആളുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ മക്കൾക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും. നമ്മുടെ മുതിർന്ന അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്ന മറ്റാർക്കെങ്കിലുമൊക്കെ അസുഖം വരികയാണെങ്കിൽ നമ്മൾ വന്ന ഉടനെ തന്നെയൊന്നും ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മൾ കൂട്ടുവയ്ക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലുള്ള മെഡിസിനോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മെഡിസിനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ എടുത്ത് നമ്മൾ 1-2 ദിവസമൊക്കെ അങ്ങ് കൊണ്ടു നടക്കൂലേ. എന്നിട്ട് മാറിയില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവുക. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമാണോ മക്കളെ? ഇല്ല. നമുക്ക് തോന്നിയ പോലെയുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുള്ള മെഡിസിനോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോയിട്ട് ഒരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മരുന്നുകളൊക്കെ കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ രോഗം വന്നാൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് പനി അല്ലെങ്കിൽ ചുമ, ജലദോഷം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ജലദോഷമൊക്കെ മറ്റുള്ളവർക്കും കൂടി പകരുന്ന അസുഖമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ അടുത്തേക്കൊന്നും ഇപ്പം നമ്മൾ അധികം അവരോട് പെരുമാറാനായിട്ടൊന്നും പാടില്ല അല്ലേ. അവരുടെ അടുത്ത് പോയിട്ട് ഇതാക്കാനൊന്നും അധികം അവരുടെ അടുത്ത് പോകാനായിട്ടൊന്നും പാടില്ല അല്ലേ. അപ്പോൾ അതൊക്കെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് രോഗം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. പിന്നെ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കുട്ടികൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ ശുചിത്വത്തിന് ആരോഗ്യത്തിൽ ഉള്ള പ്രാധാന്യം എന്താണ് അല്ലേ മക്കളെ. നമ്മുടെ നല്ല ആരോഗ്യത്തിന്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ശുചിത്വം അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തി ശുചിത്വം എന്നുള്ള കാര്യം, വ്യക്തി ശുചിത്വവും നമ്മുടെ ഹെൽത്തും തമ്മിൽ വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. ശുചിത്വം ഇല്ലാത്ത ഒരാൾക്ക് നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടാവും മക്കളെ, ഒരിക്കലും ഇല്ലേ എന്നും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്സിൻ എടുക്കുന്നത് എന്തുകൊണ്ട്, അത് അത്യാവശ്യമാണോ എന്നുള്ള കാര്യമാണ് കേട്ടോ. അത് അത്യാവശ്യം ആണോ എന്നാണ് മക്കൾ ചോദിക്കേണ്ടത് അല്ലേ. വാക്സിൻ എടുക്കുന്നത് എന്തുകൊണ്ട് അത്യാവശ്യമാണോ എന്നുള്ളതാണ് നമുക്ക് അവിടെ ഒരു ചോദ്യം വരുന്നത്. അടുത്തത്, രോഗം പകരുന്നത് ഒഴിവാക്കാൻ പാലിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ രോഗികളെ ചികിത്സിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അല്ലേ. അത് നമുക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു ഡോക്ടറുടെ അടുത്ത് നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. രോഗികളെ ചികിത്സിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന സമയത്ത് മാസ്ക് അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് അവർ നമ്മളെ ചെക്ക് ചെയ്യുന്നത്. കാര്യം എന്താണ്, നമ്മൾ പലവിധം അസുഖങ്ങളും കൊണ്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത് അല്ലേ. അപ്പം അവർക്കും എന്ത് ചെയ്യാം, ഒരു പക്ഷേ പകരുന്ന പല അസുഖങ്ങളും ഉണ്ടായിരിക്കും, അത് അവരിലേക്കും കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള അതിന് വേണ്ടിയുള്ള മുൻകരുതലൊക്കെയാണ് അവരത് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അവരെന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ആരോഗ്യവാന്മാരാകാൻ ശരിയായ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ ശുചിത്വം പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല ഹെൽത്തിയുള്ള നല്ല ആരോഗ്യവാന്മാരാവാനായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയൊരു പങ്കുണ്ട് അല്ലേ. നമ്മൾ മുന്നേയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ വയർ നിറയാനായിട്ട് കഴിച്ചാൽ മതിയോ മക്കളെ, പോരാ. നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലേ, അതായത് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്ത ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ തോന്നുന്നതെല്ലാം കിട്ടുന്നതെല്ലാം വാരി വലിച്ച് നമ്മുടെ വയറ് ഫുള്ളാക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് മക്കൾക്ക് അത്തരത്തിൽ ഇൻ്റർവ്യൂവിന് അതായത് അഭിമുഖത്തിനുള്ള ചോദ്യങ്ങൾ എഴുതാവുന്നതാണ്. ഇനി അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നോട്ടീസ് തയ്യാറാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു നോട്ടീസിൻ്റെ മോഡൽ അവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കുക മക്കളെ. തേട്ടപ്പുറം LPS പരിസ്ഥിതി ക്ലബ്ബ് ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു നോട്ടീസ് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, എന്താണ് നമുക്കവിടെ നോട്ടീസിൽ തന്നിട്ടുള്ള കാര്യം. കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനം 5/6/2025 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഔഷധത്തോട്ടത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് കൺവീനർ പരിസ്ഥിതി ക്ലബ്ബ് അല്ലേ, പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ള ഒരു നോട്ടീസാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്താണ്, ആ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എവിടെ വെച്ചാണ് നടക്കുന്നത്, ഏത് ദിവസം ഏത് സമയത്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാനായിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു നോട്ടീസ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞത് നോട്ടീസ് വായിച്ചല്ലോ, നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലി കൂട്ടുകാരെ അറിയിക്കാൻ നോട്ടീസ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടെക്സ്റ്റ് പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ശുചിത്വ സന്ദേശ റാലി നടത്തുന്നതിനെ കുറിച്ച്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഇത്തരത്തിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരെ അറിയിക്കാനായിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ മുകളിൽ തന്നിട്ടുള്ള ആ ഒരു മോഡൽ തന്നെ മക്കൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ നോക്കിക്കുക മക്കൾ, ആദ്യം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, സ്കൂളിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് കാര്യം എന്നുള്ളത് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇവിടെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനം ആയതുകൊണ്ട് തന്നെ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉദ്ഘാടനം നടക്കുന്ന ദിവസം എന്നാണെന്നും സമയം എന്നാണെന്നും അതുപോലെ തന്നെ ഇവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ ആരാണ് ആ ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യവും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് മക്കൾ എഴുതേണ്ടത്. നോക്കിക്കുക മക്കളെ, ആദ്യം നമ്മുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക, ABLP സ്കൂൾ എന്ന് കൊടുത്തു കേട്ടോ. ഇതിൽ എന്താണ് കാര്യം, ശുചിത്വ സന്ദേശ റാലിയാണ് അല്ലേ. ഓക്കെ നോക്കിക്കേ, കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിൽ ശുചിത്വ പ്രാധാന്യത്തോടനുബന്ധിച്ച് 27/11/2025 രാവിലെ 10 മണിക്ക് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുമായി ശുചിത്വ സന്ദേശ റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരെയും റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു എന്ന് സ്കൂൾ ലീഡർ. ഓക്കെ മക്കളെ, അപ്പം ഇത്തരത്തിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ നോട്ടീസ് തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ പേര് നമ്മൾ വെച്ചിട്ടുണ്ട്, എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എവിടെ വെച്ചാണ് എപ്പോഴാണ് ഏത് സമയത്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും
എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ആരാണോ ആ നോട്ടീസ് എഴുതിയിട്ടുള്ളത് അവരുടെ പേരും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അപ്പം ഇത്തരത്തിലാണ് ഒരു നോട്ടീസ് തയ്യാറാക്കേണ്ടത്. അപ്പം നോട്ടീസിൻ്റെ ഈ ഒരു മോഡൽ മക്കൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സാമിന്, നമ്മുടെ ഫൈനൽ എക്സാമിന് ഒരു ചോദ്യം നമുക്ക് നോട്ടീസ് തയ്യാറാക്കൂ എന്നുള്ള രീതിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നോട്ടീസിൻ്റെ മോഡൽ നമ്മൾ പരിചയപ്പെട്ടു. ഇത്തരത്തിൽ തയ്യാറാക്കിയാൽ തന്നെ മക്കൾക്ക് എന്ത് കിട്ടും, നമുക്ക് 5 മാർക്കിനാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വരാറുള്ളത് അല്ലേ. അപ്പം ഇത്തരത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാൽ നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ആരോഗ്യം സമ്പത്ത് എന്നുള്ള യൂണിറ്റ് ഈ ക്ലാസ്സോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത മലയാളം ക്ലാസ്സിൽ നമ്മുടെ മറ്റൊരു പുതിയ യൂണിറ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടതായിരിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മക്കൾ നന്നായിട്ട് നോക്കുക. മിസ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ മിസ്സ് വീഡിയോ എടുത്ത് അയക്കാനും ഫോട്ടോ എടുത്ത് അയക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ മക്കൾ പതിയെ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.